രൺവീർ സിംഗ് നായകനായ ദുരന്തർ 1000 കോടിയും കഴിഞ്ഞ് മുന്നേറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ കരുതിയത് 1000 കോടി എത്തുമ്പോഴേക്കും ഈ സിനിമയുടെ ഫ്യൂവൽ അങ്ങ് തീരുമെന്നുള്ളതാണ്. പക്ഷേ നമ്മളെല്ലാവരെയും തെറ്റിച്ചുകൊണ്ടാണ് ദുരന്തർ ബോക്സ് ഓഫീസിൽ ഇത്ര വലിയൊരു ജൈത്രയാത്ര തീർക്കുന്നത്. 24 ദിവസങ്ങൾ പിന്നിടുകയാണ് ആ സിനിമയുടെ റിലീസിന് ശേഷം. ഇപ്പോഴും ആളുകൾ കൂടുന്നു എന്നുള്ളതല്ലാതെ ദുരന്തർ എന്ന സിനിമയ്ക്ക് കുറയുന്നില്ല എന്നുള്ള കാഴ്ച നമ്മൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെയധികം വിരളമായി കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. 1100 കോടി രൂപയും കഴിഞ്ഞ് ഷാരൂഖ് ഖാൻ്റെ പത്താൻ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനും തൂക്കിയടിച്ചുകൊണ്ടാണ് ദുരന്തർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം, അതായത് 2026 മാർച്ചിലാവുമ്പോഴേക്കും ദുരന്തറിൻ്റെ രണ്ടാം ഭാഗം വരാൻ പോവുകയാണ്. ഇത്രയും വേഗത്തിലാണ് വരാൻ പോകുന്നത്. ദുരന്തറെ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദുരന്തർ 2 വരാൻ പോകുന്നത്. ഈ ദുരന്തർ ടീമിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡെസിഷൻ എന്ന് പറയുന്നത് 2026 മാർച്ച് അവസാനം ആകുമ്പോഴേക്കും ദുരന്തറിൻ്റെ രണ്ടാം ഭാഗം അവർ ഇറക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ റിലീസ് ഡേറ്റ് അവർ പുറത്തുവിട്ടു എന്നുള്ളത് കണ്ടു തന്നെയാണ്. കാരണം ഈ ദുരന്തറിൻ്റെ ഈ ഓട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ദുരന്തർ 2 വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എത്രയോ പൊളിറ്റീഷ്യൻസ്, എത്രയോ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. നമ്മൾ കേരള പൊളിറ്റിക്സിൽ നിന്നൊക്കെ മാറിയാൽ പോലും എത്രയോ പൊളിറ്റീഷ്യൻസ് ഈ സിനിമകൾ കാണുന്നു, സ്വീകരിക്കുന്നു. നമ്മൾ ഇനി താരങ്ങൾ എടുത്തു നോക്കിയാൽ പോലും കരൺ ജോഹർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞു തൻ്റെ സംവിധാന മികവിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ദുരന്തർ ആദിത്യദർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താനേ ഒരു സംവിധായകനാണോ എന്ന് പോലും തോന്നുന്ന രീതിയിലേക്ക് കരൺ ജോഹറിന് സ്വയം തോന്നി എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. ഒരു സിനിമ, ആദിത്യദറിൻ്റെ സിനിമ ഉറി എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദിത്യദറിൻ്റെ പൊട്ടൻഷ്യൽ, കേപ്പബിലിറ്റി, കപ്പാസിറ്റി എന്തൊക്കെയാണെന്നുള്ളത്. അത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമയാണ് ഉറി. അതിനുശേഷം അദ്ദേഹം സംവിധാനം ചെയ്യാൻ വേണ്ടി എടുത്ത സിനിമ എന്ന് പറയുന്നതാണ് ദുരന്തർ. ഈ ദുരന്തറിൻ്റെ നാൾ വഴി തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇത്രയധികം ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്ന ഒരു സിനിമ ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ല. ഈ സിനിമയൊക്കെ പരാജയപ്പെട്ട് 8 നിലയിൽ പൊട്ടിപ്പോവും. ഇതൊക്കെ ആര് പോയി കാണാനാണ്? രൺവീർ സിംഗിന് വല്ല ആവശ്യമുണ്ടോ ഇതുപോലൊരു സിനിമ എടുക്കാൻ? എന്തിനാണ് ഈ പടത്തിലൊക്കെ പോയി തലവെച്ചത്? ഇതുപോലുള്ള വിമർശനങ്ങൾ ഈ സിനിമയുടെ റിലീസിന് മുന്നേ എത്രമാത്രം ഉണ്ടായിരുന്നു അറിയാമോ? ഈ സിനിമയൊക്കെ പൊട്ടി പാളീസാവാൻ പോകാനാണ്. ദുരന്തർ ഡിസംബറിൽ ഇറങ്ങിയിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് നിന്ന് ഡിസംബർ 5-ാം തീയതി ഈ സിനിമ റിലീസിന് ശേഷം 3.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകൻ പറയുകയാണ്, ഞാൻ വീണ്ടും പോയി ഈ സിനിമ കാണും. ഈ സിനിമ എനിക്ക് ഒരു തരത്തിലും ലാഗ് അടിച്ചിട്ടില്ല. 3.5 മണിക്കൂറും വളരെ എൻഗേജിങ് ആയിട്ട് ഈ സിനിമ കൊണ്ടുപോയി. ഈ സിനിമ സംസാരിക്കുന്നത് പേട്രിയോട്ടിസം ആണ് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. അതേക്കാൾ ഉപരി ധ്രുവ് റാത്തേ എന്ന യൂട്യൂബർ ഈ സിനിമയെ പൊളിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടതിന് പിന്നാലെ ധ്രുവ് റാത്തേക്ക് നേരെ തിരിയുന്ന ഇന്ത്യൻ സമൂഹത്തിനാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ധ്രുവ് റാത്തേയുടെ വീഡിയോയ്ക്ക് ശേഷമായിരിക്കാം ദുരന്തറിന് ഇത്രയധികം ഒരു ഹൈപ്പും ബോക്സ് ഓഫീസിൽ കളക്ഷൻ കിട്ടിയത്. ഞാൻ തള്ളുകയല്ല, കാരണം ധ്രുവ് റാത്തേയുടെ ഈ വീഡിയോ വന്നതിന് ശേഷം ഇത് വീണ്ടും ആളുകൾക്കിടയിൽ ദുരന്തർ സംസാരിക്കപ്പെടുന്നുണ്ടായി. ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ ഒന്ന് ഡൗൺ ആയിരുന്ന ദുരന്തറിനെ ധ്രുവ് റാത്തേ എന്ന യൂട്യൂബർ വീണ്ടും കൊണ്ടുവന്ന് ദുരന്തറിനെതിരെ സംസാരിക്കുകയും ചെയ്തിട്ട് ദുരന്തറിന് പ്രോഫിറ്റബിൾ ആകുന്ന രീതിയിലേക്ക് ബോക്സ് ഓഫീസിൽ മാറ്റം ഉണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഇതെല്ലാം നമ്മൾ ഈ 24 ദിവസത്തിനിടയിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊക്കെയാണ് ബോക്സ് ഓഫീസിൽ ദുരന്തർ ഉണ്ടാക്കുന്നതൊക്കെ. ഒരുപക്ഷെ അക്ഷയ് ഖന്ന ചെയ്ത റഹ്മാൻ ബലോച്ച് എന്ന കഥാപാത്രം അക്ഷയ് ഖന്നയുടെ ജീവിതത്തിലെ കരിയറിൽ തന്നെ ഏറ്റവും നിർണായകമായ നാഴികക്കല്ലായ കഥാപാത്രമായി മാറി. ഒരുപക്ഷെ ഫ്ലാപ്പറാശിയുടെ ആ റാപ്പ് സോങ് ഉൾപ്പെടെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തരംഗമാണ്. എത്രയോ പേര് അക്ഷയ് ഖന്നയുടെ ആ ഡാൻസ് ഉൾപ്പെടെ ഇപ്പോഴും റീക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ റീലുകളിലൂടെ ആക്കുന്നു. ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. വൈറലാണ്. മില്യൺ കണക്കിന് ആളുകളാണ് അത് കാണുന്നത്. ഒരുപക്ഷെ അക്ഷയ് ഖന്നയ്ക്ക് ദൃശ്യം 3-ൽ 21 കോടി രൂപയും ഒരു വിഗും വേണമെന്ന് ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയായിരിക്കും. കാരണം അക്ഷയ് ഖന്ന ആ ബാൾനെസ് ഒക്കെ മാറ്റി, ബോൾഡ്നെസ് ഒക്കെ മാറ്റിയിട്ട് അക്ഷയ് ഖന്നയുടെ ഒരു പുതിയ രൂപമാണ് പ്രേക്ഷകർ കണ്ടത്. അത് ദുരന്തറിലാണ് കണ്ടത്. തൻ്റെ സാലറി ഇത്രയധികം ഹൈക്കിലോട്ട് കൊണ്ടുപോകാനുള്ളൊരു കാരണവും അത് തന്നെയാണ്. 21 കോടി രൂപ അക്ഷയ് ഖന്ന ചോദിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. കാരണം അയാളുടെ ഗ്രാഫേ മാറി. അക്ഷയ് ഖന്ന ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് റൈറ്റ് നൗ. അയാളുടെ മൊത്തത്തിൽ ഈ ദുരന്തർ എന്ന സിനിമ കാരണം ആ വ്യക്തിക്ക് മൊത്തത്തിലാണ് മാറ്റം ഉണ്ടായത്. റഹ്മാൻ ബലോച്ച് എന്ന കഥാപാത്രം ഇത്രയധികം ആഘോഷിക്കപ്പെടുന്നു. അക്ഷയ് ഖന്ന എന്ന നടൻ ഇത്രയധികം ആഘോഷിക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് 21 കോടി രൂപ ചോദിച്ചു. ദൃശ്യം 3-ൽ നിന്നും പുള്ളിയെ പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് സംഭവിച്ചത്. ഞാൻ കാരണം പറയുന്നത് ദുരന്തർ ഉണ്ടാക്കിയ എഫക്ട്സ് ആൻഡ് ഇമ്പാക്ട്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ഇമ്പാക്റ്റുകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബോക്സ് ഓഫീസിൽ ഇപ്പോഴും വലിയ ചലനമാണ് ദുരന്തർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാമത്തെ ഞായറാഴ്ച ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 24 കോടി രൂപയാണ് സിനിമ ഉണ്ടാക്കിയത്. ഞാനൊരു കാര്യം പറയാം, ഇന്നും ഈ സിനിമയുടെ ഒരു സിനിമയുടെ ആദ്യ ദിവസത്തിൻ്റെ റിലീസിന് പോലും ഉണ്ടാക്കാൻ കഴിയാത്ത നേട്ടമാണ് 24 കോടി രൂപ. അപ്പോഴാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 4-ാമത്തെ ഞായറാഴ്ച
ഈ സിനിമ 24 കോടി രൂപ നേടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ജീവിക്കുന്ന ഒരു OTT യുഗത്തിലാണ്, കാലഘട്ടത്തിലാണ്. ഒരു സിനിമ ഒരു മാസം കഴിയുമ്പോഴേക്കും OTTയിൽ വരുമെന്ന് നമുക്കറിയാം. ഈ സിനിമ റിലീസ് ചെയ്തിട്ട് 25 ദിവസമായി, അതായത് അടുത്ത ആഴ്ചയും കൂടെ കഴിഞ്ഞ് സാധാരണയായി OTT വരേണ്ട സമയമാണ്. എന്നിട്ടും ഇത് തിയേറ്ററിലെ ആളുകൾ പോകുന്നു. OTTയിൽ വരുവാൻ വേണ്ടിയിട്ട് പോലും അവർ കാത്തിരിക്കുന്നില്ല. തിയേറ്ററിലേക്ക് സിനിമ കാണാൻ വേണ്ടി ആളുകൾ എത്തുന്നു. വാട്ട് ഡസ് ഇറ്റ് ഷോ? പല സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും പറയുന്നത് സിനിമ മരിച്ചു, തിയേറ്ററിൽ ഇനി സിനിമകൾ കാണാൻ ആൾ വരില്ല, കാരണം OTTയിൽ ആളുകൾ വരുന്നുണ്ടെന്നാണ്. OTTയിൽ വരാൻ പോകുന്നൊരു സിനിമ, അടുത്ത ദിവസം അടുത്ത ആഴ്ച OTTയിൽ വരാൻ പോകുന്നൊരു സിനിമയുടെ കാര്യമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇന്നും തിയേറ്ററിൽ കാണാൻ ആളുണ്ട്. അപ്പം ദയവ് ചെയ്ത് നിങ്ങളുടെ സിനിമ പരാജയമായതുകൊണ്ട് അത് ആരുടെയെങ്കിലും തലയെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് OTTയുടെ തലയിലൊന്നും കൊണ്ട് വയ്ക്കരുത്. കാരണം നല്ല സിനിമകളാണെങ്കിൽ അത് തിയേറ്ററിൽ വന്ന് കാണാൻ ആളുകളുണ്ടാവും എന്നതിൻ്റെ ഏറ്റവും പ്രൈം എക്സാമ്പിളാണ് ദുരന്തർ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടം.